എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 39ഉം 40ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിൽ ആദ്യത്തേതിൽ ഇന്ദ്രവജ്രവൃത്തവും രണ്ടാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് വരണത്. നമുക്കാദ്യം 39ാമത്തെ ശ്ലോകം നോക്കാം. സമുദ്രത്തിനെ കണ്ട് ആചാര്യൻ്റെ പുത്രനെ പറ്റി ചോദിക്കാൻ പോകുന്ന ബലരാമനും ശ്രീകൃഷ്ണനും. അതിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബലരാമൻ ശ്രീകൃഷ്ണനോട് പറയുന്ന ചില സമുദ്രത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. കവികളുടെ ഒരു സ്വഭാവമാണ് വർണ്ണിക്കാൻ ഏതെങ്കിലും ചെറിയ പഴുതുകൾ കിട്ടിയാൽ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നുള്ളത്. നമുക്കാദ്യം 39ാമത്തെ ശ്ലോകം നോക്കാം. പശ്യാഗ്രതസ്നിഗ്ധതമാലനീലാവേലാദൃശോ കൗതുകമാദധാതി പ്രത്യുദ്യത കൃഷ്ണഭവന്തമബ്ധേർധാരാധിരൂഢേവ തരംഗലേഖ. ഈ ഒരു ശ്ലോകത്തിൽ ധാരാധിരൂഢേവ എന്ന് സംസ്കൃതത്തിൽ എഴുതിയിട്ടില്ല, അവിടെ ഒരു അക്ഷരപെശക് വന്നിട്ടുണ്ട്. ധാരാധിരൂഢ എന്ന് തന്നെ വായിക്കേണ്ടതാണ്. നമുക്കാദ്യം പദം മുറിച്ച് പറയാം. പശ്യ അഗ്രത സ്നിഗ്ധ തമാലനീല, അതൊറ്റ വാക്കാണ്. സ്നിഗ്ധ തമാലനീല. വേല ദൃശോ കൗതുകം ആദധാതി പ്രത്യുദ്യത കൃഷ്ണ ഭവന്തം അബ്ധേഹ ധാരാധിരൂഢ ഇവ തരംഗലേഖ. കൃഷ്ണന് കാണിച്ചു കൊടുക്കുമ്പോൾ കൃഷ്ണനെ വിളിക്കണമല്ലോ, അതന്നെയാണ് അവിടെ തുടങ്ങേണ്ടത്. കൃഷ്ണ, ഹേ കൃഷ്ണ. അഗ്രത പശ്യ, മുമ്പാക്ക് നോക്കൂ, അതാ കാണണു സമുദ്രം. അത്ര അടുത്തെത്തി, സമുദ്രത്തിൻ്റെ അടുത്തെത്തി തുടങ്ങി. അപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, നോക്കൂ അതാ സമുദ്രമല്ലേ കാണുന്നത്. സ്നിഗ്ധ തമാല നീലാവേല, ആ സമുദ്രത്തിൻ്റെ തീരമാണല്ലോ കാണുന്നത്. തീരം എന്ന് പറയുമ്പോൾ അവിടെ മരങ്ങളുണ്ടാവും, മണലുണ്ടാവും, വെള്ളം, സമുദ്രത്തിൻ്റെ തിരകളിങ്ങനെ വന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗിയുണ്ട്. അങ്ങനെ തന്നെയാണ് വർണ്ണിക്കുന്നത്. അതാണ് സ്നിഗ്ധ തമാല നീല. സ്നിഗ്ധമായ, നല്ല എണ്ണമെഴുക്കുള്ളതായ, കാണാൻ നല്ല ഭംഗിയുള്ളതായ തമാല നീല. തമാലം എന്ന് പറഞ്ഞാൽ മരങ്ങളിങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതായ ഒരു ഇരുണ്ട നിറമാണ്. അതിൻ്റെ നീല നിറം ഉള്ളതായ വേല. വേല എന്ന് പറയുമ്പോൾ അതൊരു നാനാർത്ഥക പദമാണ്. വേള, വേല എന്നൊക്കെ പറയും. സമയം എന്നർത്ഥമുണ്ട്, തീരം എന്നർത്ഥമുണ്ട്. ഇവിടെ സമുദ്ര തീരമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയുള്ള സമുദ്രതീരം നോക്കൂ. അതിൻ്റെ തീരത്ത് തൊട്ടടുത്തല്ലെങ്കിലും മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നീലിമ, ദൂരെയുള്ള ചക്രവാളം തൊട്ട് നിൽക്കുന്ന സമുദ്രത്തിൻ്റെ ഒരു നീലിമ കാണാനുണ്ട്. കരയിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് ഈ തിരകളിങ്ങനെ വരണതിൻ്റെ ഭംഗിയുണ്ട്. എല്ലാം കൂടി കലർന്നുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ബലരാമൻ കാണുന്നത്. ശ്രീകൃഷ്ണനും കാണുന്നുണ്ട്, പക്ഷെ അതിനെ ബലരാമൻ വർണ്ണിക്കുന്നതായിട്ടാണ് കവി പറയണത്. തമാല നീലം ആയിട്ടുള്ള തീരം നോക്കൂ. നീല നിറത്തിൽ വെള്ളം അടിച്ച് കയറുന്നതായിട്ടുള്ള ആ കരഭാഗം, അതിൻ്റെ അതായത് സമുദ്രത്തിൻ്റെ തീരം നോക്കൂ. അതെങ്ങനെയാണ്? അത് ദൃശോഹ കൗതുകമാദധാതി, എനിക്ക് വല്ലാത്ത ഒരു സുഖം തോന്നുന്നു അത് കാണുമ്പോൾ. ഈ സമുദ്രത്തിൻ്റെ നീലിമയ്ക്കൊക്കെ കണ്ടു നിൽക്കാനുള്ള ഒരു ആകർഷിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതിൻ്റെ നിറം എന്ന് പറയുന്നത് കണ്ണുകൾക്ക് ഏറ്റവും ആനന്ദം കൊടുക്കുന്ന ഒരു നിറമാണ്. ആ നിറത്തിന് സ്കൈ ബ്ലൂ എന്നൊക്കെ പറയാറുണ്ട്, ആനന്ദ നീല എന്ന് പറയും. അത് ഹാപ്പി ബ്ലൂ എന്നൊക്കെ പലതരത്തിൽ പറയണ ഒരു നീല നിറമാണത്. ആകാശത്തിൻ്റെ നിറവുമാണ്, സമുദ്രത്തിൻ്റെ നിറമാണ്. ആനന്ദ നീല, ആകാശത്തിൻ്റെ നീല, ആകാശത്തിൻ്റെ നീലിമ, ആനന്ദ നീലിമ എന്നൊക്കെ പറയും. ആ ഒരു നീല നിറം കാണുമ്പോൾ വല്ലാത്തൊരു സുഖം കണ്ണിനും മനസ്സിനുമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ബലരാമൻ പറയണത്. അതാണ് ദൃശോഹോ കൗതുകമാദധാതി, കണ്ണെടുക്കാൻ പറ്റണില്ല, അങ്ങടന്നെ നോക്കി നിൽക്കാൻ തോന്നുക. സമുദ്രത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്, വളരെയധികം ശ്രദ്ധ ആകർഷിക്കും. നമുക്ക് തോന്നും ഒരേ തിരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, എന്താ അപ്പം അത്ര കാണാനെന്ന് മാറി നിന്ന് ദൂരെ നിന്ന് പറയാമെന്നേ ഉള്ളൂ. സമുദ്രത്തിൻ്റെ അടുത്തെത്തിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും സമുദ്രത്തിനെ തന്നെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാനുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. അതിൻ്റെ അഗാധതയും അതിൻ്റെ ആ തിരകളുടെ വരവും നുരയും പതയും വെള്ളത്തിൻ്റെ മണ്ണിലേക്കുള്ള കയറി വരവും തിരിച്ചുള്ള ഒഴുകിപ്പോക്കും എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കാനുള്ള വല്ലാത്തൊരു സുഖം. അതാണ് ദൃശോ കൗതുകം ആദധാതി എന്ന് പറഞ്ഞത്. കണ്ണിന് വലിയൊരു സുഖമുണ്ടാകുന്നു.
അബ്ധേഹെ ധാരാധിരൂഢാ തരംഗരേഖ. അബ്ധിയുടെ സമുദ്രത്തിൻ്റെ ധാരാധിരൂഢ എന്ന് പറഞ്ഞാൽ ഈ ഒഴുകി വരുന്നതായ തിരമാലകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ധാരാധിരൂഢ തരംഗരേഖ, അത് ചേർത്ത് പറയണം. ധാര എന്ന് പറഞ്ഞാൽ പ്രവാഹമാണ്. അതായത് നമ്മളിങ്ങനെ കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടെ നിന്ന് കരയിലേക്ക് അടിച്ചു വരുന്നതായിട്ടുള്ള തരംഗങ്ങളുടെ ഒരു നിരയുണ്ടാവും, തരംഗരേഖ. ആ തരംഗങ്ങളുടെ ഒരു വലിയ നിര, ഒരു വരി, അതിനെയാണ് ധാരാധിരൂഢ തരംഗരേഖ. ഭവന്തം പ്രതി ഉദ്യത ഇവ. എനിക്ക് തോന്നുകയാണ് ആ തരംഗങ്ങൾ, ആ തിരമാലകളൊക്കെ നിൻ്റെ അടുത്തേക്ക് വരികയാണോ എന്ന് തോന്നുകയാണ്. അതെന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് വരികയാണോ എന്ന് തോന്നുന്നത്? രണ്ടുപേരും നീല നിറമല്ലേ. അപ്പോൾ കടലിൻ്റെ നീല നിറം കൊണ്ട് കടൽ മറ്റൊരു നീല നിറത്തിനെ, അത് ഈ കാണുന്നത് ഒരു കടലാണ്. അതായത് കടലിനെ തേടി, കടലും ഒന്നാണെന്നുള്ള ഒരവസ്ഥയാണല്ലോ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു കടൽ തന്നെയാണല്ലോ, പലതിൻ്റെയും കടലാണ്. എന്തിൻ്റെയൊക്കെയാണ് കടൽ എന്നുള്ളത് കാരുണ്യത്തിൻ്റെ ആയാലും അറിവിൻ്റെ ആയാലും തേജസ്സിൻ്റെ ആയാലും കാന്തിയുടെ ആയാലും ഇനി എന്തൊക്കെ ലോകത്തിൽ നമ്മൾ വർണ്ണിക്കാനെടുക്കുന്നു അതിൻ്റെ മുഴുവനും കടലാണ് ഭഗവാൻ. അപ്പോൾ ഒരു കടൽ ആ കടൽ പോലെ തന്നെയാണ് ഈ നിൽക്കുന്ന ആൾ എന്നുള്ള വിചാരത്തോടു കൂടി വരണത് പോലെ. ഇനി വളരെ ബാഹ്യമായിട്ട് പറഞ്ഞാൽ കടലിനും നീല നിറമാണ്, ശ്രീകൃഷ്ണനും നീല നിറമാണ്. അപ്പോൾ ആ നീല നിറം കാണുമ്പോൾ തരംഗങ്ങളിങ്ങനെ, അതായത് തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറി വരുമ്പോൾ നിന്നെ തേടി വരുന്നു, നിൻ്റെ അടുത്തേക്ക് തിരമാലകൾ വന്നതുപോലെ ഒരു നീല നിറം നിന്നിലേക്ക് ഇങ്ങനെ വ്യാപിച്ചതായിട്ട് എനിക്കിതാ തോന്നുന്നു. അതാണ് അബ്ധേഹെ ധാരാധിരൂഢ തരംഗരേഖ ഭവന്തം പ്രത്യുദ്യത ഇവ ആഭാതി. എനിക്ക് ആഭാതിന്നോ ഭാതിന്നോ ശോഭിക്കുന്നു എന്നൊക്കെ, നിന്നെ തേടി വരണത് പോലെ ആ തരംഗരേഖ ശോഭിക്കുന്നു. ശ്രീകൃഷ്ണന് നേരെ ഒഴുകി വരികയാണോ എന്നാണ് തോന്നുന്നത്. അതാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു വർണ്ണന. തിരമാലകൾ ഭഗവാനെ അന്വേഷിച്ച് വരണത് പോലെ. ഇനി അവിടെ നിന്ന് വീശുന്ന കാറ്റിനെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകം ചൊല്ലാം. വേലാനിലക്കേതകരേണുവർഷി ശീതോയമാധൂതലവംഗശാഖ ദ്രാഘിഷ്ഠമാർഗഭ്രമണപ്രവൃത്തം രഥാശ്വഖേദം ശിഥിലീകരോതി. ആദ്യം പദച്ഛേദം പറയാം. വേലാനില കേതകരേണുവർഷി ശീത അയം ആധൂതലവംഗശാഖ ദ്രാഘിഷ്ഠ മാർഗഭ്രമണപ്രവൃത്തം. അതൊക്കെ ഒറ്റ വാക്കാണ് കേട്ടോ, ദ്രാഘിഷ്ഠമാർഗഭ്രമണപ്രവൃത്തം എന്നുള്ളത്. രഥാശ്വഖേദം ശിഥിലീകരോതി. അപ്പോൾ ഇതൊക്കെയാണ് അതിലെ വാക്കുകൾ. വേലാനിലൻ കേതകരേണുവർഷി ശീത അയം ആധൂതലവംഗശാഖ ദ്രാഘിഷ്ഠ മാർഗഭ്രമണ പ്രവൃത്തം, അതൊറ്റ വാക്കാണ്. രഥാശ്വഖേദം മറ്റൊരു വാക്കാണ്. ശിഥിലീകരോതി അത് വേറൊരു വാക്കാണ്. അപ്പോൾ അവസാനത്തെ 2 വരി ആകെ 3 വാക്കുകളേ ഉള്ളൂ. നിറച്ച് അതിൽ വെച്ചാൽ സമസ്ത പദമാണ്, നിറയെ വാക്കുകൾ അതിൽ വേറെയും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണണ ഒരു കാറ്റിൻ്റെ രൂപമാണ് പറയണത്. കാറ്റ് വീശുന്നുണ്ട്. അതെപ്പോഴും സമുദ്രത്തിൻ്റെ അടുത്ത് 2 തരം കാറ്റുണ്ടാവും. ഒന്നുകിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ്, അല്ലെങ്കിൽ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ്. പകലൊക്കെ കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശും, രാത്രിയായാൽ കാറ്റ് കടലിൽ നിന്ന് തിരിച്ചു വീശും. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇവിടെ പറയണത് ഇതാണ്. അയം കേതകരേണുവർഷി ശീത ആധൂതലവംഗശാഖ വേലാനില. വേലാനിലൻ, വേല എന്ന് പറഞ്ഞാൽ സമുദ്രതീരമാണ്. സമുദ്രതീരത്ത് നിന്ന് അനുഭവവേദ്യമാകുന്ന ഈ കാറ്റുണ്ടല്ലോ, ആ കാറ്റ് 2-3 തരത്തിലാണ് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ 2-3 വർണ്ണനകളുണ്ട് ആ കാറ്റിന്. കേതകരേണുവർഷി 1, ശീതം 2, ആധൂതലവംഗശാഖ 3. എന്തൊക്കെയാണ് ആ കാറ്റിൽ കൂടെ കൂടുതൽ അടുത്തേക്ക് വരുന്നത്? കേതകരേണുവർഷി. കേതകം എന്ന് പറഞ്ഞാൽ കൈതയാണ്, കൈനാറി എന്ന് പറയുന്ന കൈത. കൈതപ്പൂമ്പൊടി ഏറ്റു വരുന്ന കാറ്റ്. കൈതയുടെ പൂമ്പൊടി ആ കാറ്റിൽ കൂടെ ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. സാധാരണ സമുദ്രതീരത്ത് കൈത ഉണ്ടാവാറുണ്ടോയെന്ന് അറിയില്ല. കായലിൻ്റെയൊക്കെ തീരത്ത്, ഈ ചതുപ്പ് അതിൻ്റെയൊക്കെ കുറച്ചിപ്പുറത്തായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ കൈത ഉണ്ടാവാറുണ്ട്. ആ കൈതയിലെ പൂക്കൾ, ആ പൂക്കളുടെ മണവും പേറി വരുന്ന കാറ്റ്,
അപ്പോൾ കടലിലെ കാറ്റുമായിട്ട് അത് വാസന ചേരുണ്ടാവും. അങ്ങനെ കാറ്റ് വീശുമ്പോൾ എവിടെയൊക്കെയോ പൂത്തതായ കൈതപ്പൂവിൻ്റെ വാസന വരുന്നുണ്ട്. അതാണ് കേതക രേണുവർഷി. പൂവിൻ്റെ വാസന മാത്രമൊന്നുമല്ല, പൂമ്പൊടിയും കൊണ്ടാണ് കാറ്റ് വരുന്നത്. അത് ഇവിടെ ഇങ്ങനെ വിതറിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് കേതക രേണുവർഷി. മാത്രമല്ല ശീത, നല്ല തണുപ്പുള്ള കാറ്റാണ്. പിന്നൊന്ന് ആധൂത ലവംഗശാഖ, മരങ്ങളെ പിടിച്ചു കുലുക്കിക്കൊണ്ട്, ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുക എന്നും പേടിപ്പിക്കണ പോലെയുള്ള വരവൊന്നുമല്ല. കാറ്റിങ്ങനെ വീശുമ്പോൾ മരങ്ങൾ കുലുങ്ങൂലോ, അതിലുള്ള പൂക്കളുണ്ടാവും, വള്ളികളുണ്ടാവും, അതൊക്കെ കുലുങ്ങും. കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പൂക്കൾ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് വിറക്കി മാടി ഉലയും, അതിൽ നിന്ന് പൂമ്പൊടി വീഴും. അങ്ങനെയാണ് കൈതയുടെ പൂമ്പൊടിയും കൊണ്ടുവരണത്. ഇനി മറ്റൊരു പൂവാണ് ലവംഗം അല്ലെങ്കിൽ ഇലവംഗം എന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ടുള്ള പൂവ്. അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു ചെടിയുടെ പൂവ്, പൂമ്പൊടി അല്ലെങ്കിൽ അതിൻ്റെ വാസനയൊക്കെ ആയിട്ട് വരുന്ന കാറ്റ്, അതാണ് ആധൂത ലവംഗശാഖ. ലവംഗത്തിൻ്റെ ശാഖകളെ കുലുക്കിക്കൊണ്ട് പറന്നു വരുന്നതായ കാറ്റ്. അപ്പോൾ 3 വിശേഷണമാണ് കൊടുത്തത്. കൈതപ്പൂമ്പൊടി ഏറ്റുവരുന്ന കാറ്റ്, നല്ല തണുപ്പുള്ള കാറ്റ്, ലവംഗവൃക്ഷങ്ങളെ കുലുക്കി കൊണ്ടുവരുന്ന കാറ്റ്. കാറ്റിൻ്റെ വരവിൽ ചെടികളും മരങ്ങളും പൂക്കളും ഒക്കെ കുലുങ്ങും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കവികൾ അതിനെ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ആരു നീ ശീതള സ്പർശമേ, ആരു നീ അജ്ഞാത സൗഭാഗ്യമേ, മാമരക്കൂട്ടം കുലുങ്ങുന്നു നിന്നുടെ ആഗമവേളയിലാനന്ദത്താൽ എന്നൊരു മലയാള കവിത ഓർത്തു പോവുകയാണ്. അപ്പോൾ കാറ്റിൻ്റെ വരവിനെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാറ്റ് വീശുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ മരങ്ങൾ, അതുപോലെ ഇലകൾ, വള്ളികളൊക്കെ ആടണം, തണുപ്പ് സ്പർശം അനുഭവപ്പെടണം, വസ്ത്രങ്ങൾ അയയിൽ കിടന്ന് ചാഞ്ചാടണം കാണണം. അപ്പോഴൊക്കെയാണ് കാറ്റ് വീശുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാതെ കാറ്റിനെ സ്പർശിച്ചല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളിൽ കൂടെ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വീശി വരുന്നതായ കാറ്റുണ്ടല്ലോ, ആ കാറ്റ് എന്തിനാണ്, ആ കാറ്റിൻ്റെ പ്രയോജനത്തിനെ പറ്റിയിട്ട് ബലഭദ്രർ പറയാണ്. അങ്ങനെയുള്ള വേലാനിലൻ ദ്രാഘിഷ്ടമാർഗഭ്രമണപ്രവൃത്തം രഥാശ്വഖേദം ശിഥിലീകരോതി. രഥാശ്വങ്ങൾ, രഥത്തിൽ കെട്ടിയിരിക്കുന്നതായ കുതിരകൾ, 4 കുതിരയോ 2 കുതിരയൊക്കെ ഉണ്ടാവും. എന്തായാലും മിനിമം 2 എണ്ണമെങ്കിലും ഉണ്ടാവും. 4 കുതിര അല്ലെങ്കിൽ 7 കുതിര ഒക്കെ ഉണ്ടാവാറുണ്ട്. സൂര്യൻ്റെ രഥത്തിൽ 7 കുതിരയാണ്. ശ്രീകൃഷ്ണനും അർജുനനും കൂടിയിട്ട് മഹാഭാരത യുദ്ധത്തിൽ പോകുമ്പോൾ അവിടെയും 7 കുതിരകളാണ്. 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ കയറിയിട്ടാണ് പോണതെന്ന് പറയുന്നുണ്ട്. ഏതായാലും എണ്ണമൊന്നും പറയുന്നില്ല. കുതിരകളുടെ ഖേദത്തെ, ക്ഷീണത്തെ, കുതിരകൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. ആൾക്കാരെയും വലിച്ച് വളരെ വേഗത്തിൽ ഓടുന്ന കുതിരകളാണ്. അപ്പോൾ കുതിരകൾക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ. ആ ക്ഷീണം എങ്ങനെയാണ് ഉണ്ടാവണേന്ന് പറയാണ്. ദ്രാഘിഷ്ട മാർഗഭ്രമണ പ്രവൃത്തം. ദ്രാഘിഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ദീർഘമുള്ളതായ, ദ്രാഘിഷ്ടം എന്ന് പറഞ്ഞ വാക്കിന് അതാണ് അർത്ഥം. അതീവ ദീർഘം, നല്ല നീണ്ടതായ ഒരു മാർഗം ഇപ്പോൾ സഞ്ചരിച്ചതല്ലേ ഉള്ളൂ. അതിശയേന ദീർഘ ദ്രാഘിഷ്ട, അതായത് സാന്ദീപനിയുടെ ആശ്രമത്തിൽ നിന്ന് സമുദ്രം വരെയുള്ളതായ ദൂരം. വാരാണസിയിൽ നിന്ന് എവിടെയാ സമുദ്രമുള്ളത്? വല്ല ഗുജറാത്ത് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലേ സമുദ്രമുള്ളൂ. അല്ലാതെ ഉത്തർപ്രദേശിൻ്റെ അല്ലെങ്കിൽ വാരാണസിയുടെ സമീപത്തൊക്കെ ഒന്നും സമുദ്രമില്ല. അപ്പോൾ സമുദ്രം എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോയി അവിടം വരെ എത്തുന്ന വരെയുള്ള ഒരു വലിയൊരു യാത്ര, അത്രയും ദൂരം യാത്ര ചെയ്തതിൻ്റെ ദ്രാഘിഷ്ടമാർഗഭ്രമണം, ഭ്രമണം ചെയ്യാന്ന് വെച്ചാൽ വലിച്ചുകൊണ്ട് ഓടുക, അതുകൊണ്ട് ഉണ്ടായതായ പ്രവൃത്തമായ രഥാശ്വാനാം ഖേദം, രഥത്തിലെ കുതിരകളുടെ ക്ഷീണം തീർക്കാൻ ഈ കാറ്റ് പര്യാപ്തമാണ്. ശിഥിലീകരോതി, ഈ കാറ്റ് കൊണ്ടാൽ മതി, എല്ലാവരുടെ ക്ഷീണവും പോവും. പ്രത്യേകിച്ച് നമ്മളെ കൊണ്ട് ഓടുന്നവരായിട്ടുള്ള ഈ കുതിരകളുടെ ക്ഷീണം വേഗം മാറും എന്നാണ് ഈ കാറ്റിൻ്റെ ഒരു ഭംഗി കവി അല്ലെങ്കിൽ ബലരാമൻ ശ്രീകൃഷ്ണനോട് വർണ്ണിച്ചു കൊടുക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. പശ്യാഗ്രത സ്നിഗ്ധതമാല നീല വേലാദൃശോ കൗതുകമാദധാതി പ്രത്യുദ്യത കൃഷ്ണഭവന്തമബ്ധേർധാരാധിരൂഢേവ തരംഗലേഖ വേലാനിലഃ കേതകരേണുവർഷി ശീതോയമാധൂതലവംഗശാഖ ദ്രാഘിഷ്ടമാർഗഭ്രമണപ്രവൃത്തം രഥാശ്വഖേദം ശിഥിലീകരോതി.
ഇനി എന്തൊക്കെയാണ് സമുദ്രത്തിനെ പറ്റി പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.